ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കേക്ക് റെസിപ്പി ആയിട്ടാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലെച്ചസ് കേക്കാണ്. സോ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഒരു 3 മുട്ട, ഒരു അര കപ്പ് പാല് ഇത്രയും എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെക്കണം. അതിന് ശേഷം നമുക്കൊരു അര കപ്പ് പഞ്ചസാര നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. നമുക്ക് കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് വേപ്പറൈസ്ഡ് മിൽക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് പാൽ എടുക്കുന്നുണ്ട്. 3 കപ്പ് പാൽ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 1/4 കപ്പ് ആകുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. നമ്മൾ ഈ വേപ്പറൈസ്ഡ് മിൽക്ക് കടയിൽ നിന്ന് വാങ്ങാനും കിട്ടും. നമ്മളിത് യൂസ് ചെയ്യുന്നത് കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് ആദ്യമേ ഉണ്ടാക്കി വയ്ക്കുകയാണ്. ഇനി നമുക്ക് 3 മുട്ടയുടെ എഗ് യോക്ക് ആൻഡ് എഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. സോ ഞാനിങ്ങനെ ചെറിയൊരു ഹോൾ ഇട്ടിട്ടാണ് എഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാരയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഇനി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ എഗ് വൈറ്റിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അധികം ബീറ്റ് ചെയ്യേണ്ട. അപ്പോഴത്തേക്കും നമുക്ക് എഗ് വൈറ്റ് നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് പരുവമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പാത്രം കമത്തിയാൽ ഈ എഗ് വൈറ്റ് താഴേക്ക് വരരുത്. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമുക്ക് എഗ് യോക്സ് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഇതൊരു മിനിറ്റോളം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കി പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ഷെയ്ഡ് ആകുന്നിടം വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു അര കപ്പ് പാലും ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം 1/4 കപ്പ് ബട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പാലും ഓയിലും ചേർത്തതിന് ശേഷം ഇതധികം ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുന്നത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അധികം ബീറ്റ് ചെയ്യേണ്ടത്. ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. നമ്മൾ എഗ് വൈറ്റ് ചേർത്തതിന് ശേഷം ഭയങ്കരമായിട്ടൊന്ന് മിക്സ് ചെയ്യരുത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയേ ചെയ്യാവുള്ളൂ. എഗ് വൈറ്റ് നമുക്ക് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുക പറയുമ്പോൾ ഫോൾഡ് ചെയ്തേ എടുക്കാവുള്ളൂ, അല്ലാണ്ട് ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യരുത്. എഗ് വൈറ്റ് ഒരുമിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്യാനും പാടില്ല. കുറേശ്ശെ വേണം ചേർക്കാൻ. ഒരുമിച്ചെല്ലാം കൂടെ മിക്സ് ചെയ്താൽ അത് കുറച്ച് പാട്ടായിട്ട് അപ്പുറത്തും ഒക്കെ കിടക്കും. പിന്നെ നമ്മൾ ഈ എഗ് വൈറ്റ് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ലംസായിട്ട് കിടക്കാൻ പാടില്ല. നമ്മൾ ആ ലംസായിട്ട് കിടക്കുന്നത് പതുക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. അത് കുത്തി പൊട്ടിക്കുകയൊന്നും ചെയ്യരുത്. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേ ഓയിലോ ബട്ടറോ വെച്ച് നന്നായിട്ട് ഗ്രീസ് ചെയ്തതിന് ശേഷം കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാം, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് കേക്ക് ഒരു 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ്
ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് സോക്ക് ചെയ്തെടുക്കാനുള്ള മിക്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് വേപ്പറൈസ്ഡ് മിൽക്ക് എടുക്കുന്നുണ്ട്, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, ഇത്രയാണ് എടുക്കുന്നത്. ഈ 3 മിക്സും കൂടെ ചേർത്താണ് നമ്മൾ കേക്ക് സോക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ മിക്സ് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഫോർക്ക് വെച്ച് ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ ഈ മിക്സ് കേക്കിലേക്ക് നന്നായിട്ട് ഇറങ്ങി കേക്ക് നന്നായിട്ട് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സ് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് തണുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ഹോൾസ് ഉണ്ടാക്കുന്നതും ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നതും ഒക്കെ. ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. വിപ്പിംഗ് ക്രീം ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. നമ്മൾ ഏത് പാത്രത്തിലാണോ വിപ്പിംഗ് ക്രീം റെഡിയാക്കുന്നത് ആ പാത്രവും നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലേഡും നമുക്ക് ഫ്രീസറിൽ ഒരു 1/2 മണിക്കൂർ മുമ്പ് എടുത്ത് വയ്ക്കണം. എന്നിട്ട് വേണം നമ്മൾ വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് നിറയ്ക്കാം. നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗ് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കോൺ ഷേപ്പിൽ മടക്കി നമ്മൾ സെലോ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുത്താൽ മതിയാവും. ഇനി ഈ വിപ്പിംഗ് ക്രീം നമുക്ക് ഈ പൈപ്പിംഗ് ബാഗിലേക്ക് നിറയ്ക്കാം. നിങ്ങൾക്ക് ഡിസൈൻസ് ഉള്ള നോസിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് നോസിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ പൈപ്പിംഗ് ബാഗിലേക്ക് വിപ്പിംഗ് ക്രീം നിറയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് സിമ്പിൾ ഡിസൈൻസാണ്. സോ അതിൻ്റെ ആ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ചുമ്മാ ഒന്ന് സിമ്പിൾ ഡിസൈൻ ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ മാതളത്തിൻ്റെ അല്ലി വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണത്. സോ നമ്മുടെ ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യുന്നതിന് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ട് വേണം നമ്മളിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്